அயோக்கிய நாய, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப? ശബരിമല ശാസ്താവാണ്, ഹരിഹരസുതനാണ് സത്യം. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും. ഇതാര്? നമ്മളെ പട്ടയത്ത് പപ്പനാ സാറല്ലോ. ഉണ്ണിത്താൻ ചേട്ടൻ ഇന്ന് ബാസുര ചേച്ചിയോട് വല്ലതും പറഞ്ഞു? മാടമ്പിള്ളിയിലെ താക്കോലെടുക്കാൻ നീ എന്തിനാ ദാസപ്പാ കിണറ്റിലിറങ്ങണേ? എല്ലാവർക്കും ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. മണിച്ചിത്രപ്പൂട്ടിന്റെ വർണ്ണവരകൾക്കുള്ളിൽ ഒളിച്ചു വെച്ച രഹസ്യത്തിൽ സ്വന്തം പ്രണയം ഒളിപ്പിച്ചവൾ പറഞ്ഞ കഥ. ചിരിയും കളിയും ശൃംഗാരവും രൗദ്രവീണ വായിച്ച രാത്രികളിൽ തെക്കിനിയിലെ ചുമരിൽ പതിഞ്ഞ നർത്തകിയുടെ ചിത്രവരകളിലെ വന്യമായ പ്രതികാര നടനം കൊണ്ട് അന്നും ഇന്നും നമ്മളെ ത്രസിപ്പിച്ച മണിച്ചിത്രത്താഴ് എന്ന എവർഗ്രീൻ ഹിറ്റ് സിനിമ 4K ക്വാളിറ്റിയിൽ പുതിയ സാങ്കേതിക തികവോടെ എത്തുമ്പോൾ കാത്തിരിപ്പിന് പ്രതീക്ഷയുടെ വലിയ ആവേശം തന്നെയുണ്ട്. ഹരിപ്പാട്ടെ തന്റെ തറവാടിൽ 19-ാം നൂറ്റാണ്ടിൽ നടന്നുവെന്ന് കേട്ടുകേൾവിയുള്ള ഒരു കഥയെ പുതിയ കാലഘട്ടത്തിന്റെ സിനിമാറ്റിക് ഭാഷയിൽ മധുമുട്ടം എഴുതിയ തിരക്കഥ ഫാസിൽ സിനിമയാക്കിയപ്പോൾ മലയാള സിനിമ കണ്ട എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സൈക്കോ ത്രില്ലറായി മാറി മണിച്ചിത്രത്താഴ് അന്ന്. ഏറ്റവും കൂടുതൽ ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെട്ട മലയാള സിനിമ എന്ന പ്രത്യേകതയ്ക്കും അപ്പുറത്തായിരുന്നു കാലം കടന്നുപോയിട്ടും മണിച്ചിത്രത്താഴിനെ മലയാളി മറക്കാത്ത സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആക്കിയത്. തലങ്ങും വിലങ്ങും മുറിവേൽക്കപ്പെടുമ്പോഴും ഹൃദയത്തിൽ രാമനാഥനായി പ്രണയം കാത്തുവെച്ചവൾ. വരുവാനാരുമില്ലാത്ത വിജനമായ വഴിയിൽ അനന്തമായ കാത്തിരിപ്പ് അവശേഷിപ്പിച്ചപ്പോഴും അവനിലേക്ക് തുറന്ന ജനൽപ്പാളിയിലൂടെ എന്നും പാടുന്നവൾ. അങ്ങനെ ഗംഗയിലൂടെ നമ്മൾ കണ്ട നാഗവല്ലി എന്ന അതിഗംഭീര സൈക്കോയുടെ പിറവിക്ക് 30 വയസ്സ് തികയുമ്പോൾ പുതുമ ചോരാതെയാണ് പ്രേക്ഷകരിലേക്ക് സിനിമ വീണ്ടും എത്തുന്നത്. അന്ന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ശോഭനയ്ക്ക് നാഗവല്ലിയായി പരകായ പ്രവേശം ചെയ്ത ഗംഗയുടെ കഥാപാത്രത്തിലൂടെ ലഭിച്ചിരുന്നു. അന്ന് വരെ മലയാള സിനിമ കണ്ട ചലച്ചിത്ര ഭാഷ അപ്പാടെ പൊളിച്ചെഴുതിയിരുന്നു മണിച്ചിത്രത്താഴ്. ഒരേ സമയം പ്രേക്ഷക പ്രശംസയും ജനപ്രിയതയും നേടിയതിനോടൊപ്പം ബോക്സ് ഓഫീസിലും തിളങ്ങി അന്നീ ചിത്രം. 300-ലധികം ദിവസം തിയേറ്ററുകളിൽ ഓടിയ സിനിമ അന്ന് 7 കോടിയിലധികം രൂപയായിരുന്നു അക്കാലത്ത് കളക്ട് ചെയ്തത്. ഫാസിലിനോടൊപ്പം അന്നത്തെ സൂപ്പർ ഹിറ്റ് സംവിധായകരായ സിബി മലയിൽ, സിദ്ദിഖ് ലാൽ, പ്രിയദർശൻ എന്നിവരാണ് സിനിമയുടെ സെക്കൻഡ് യൂണിറ്റ് കൈകാര്യം ചെയ്തിരുന്നത്. ഒരേ സമയം 3-4 ലൊക്കേഷനുകളിൽ സിനിമ ചിത്രീകരിക്കപ്പെടുകയുണ്ടായി. തൃപ്പൂണിത്തുറ ഹിൽ പാലസും തക്കല പത്മനാഭപുരം പാലസും തമിഴ്നാട്ടിലെ വാസൻ ഹൌസും മണിച്ചിത്രത്താഴിന് പശ്ചാത്തലങ്ങളായി. സിനിമയിൽ കാണുന്ന മാടമ്പള്ളി തറവാടിന്റെ പല ഭാഗങ്ങൾ ഈ 3 കെട്ടിടവും ചേർന്നതാണ്. സിനിമയുടെ തുടക്ക രംഗങ്ങളൊന്നിൽ ഇന്നസെന്റിന്റെ കഥാപാത്രം കുട മറന്നുവെക്കുന്ന പൂമുഖം തൃപ്പൂണിത്തുറ ഹിൽ പാലസും, ക്ലൈമാക്സിൽ നാഗവല്ലി നൃത്തം ചെയ്യുന്നത് പത്മനാഭപുരം പാലസും, കാർണവരെയും നാഗവല്ലിയും കുടിയിരുത്തിയ തെക്കിനി വാസൻ ഹൌസുമാണ്. ചിത്രത്തിലെ ഹാസ്യരംഗങ്ങളിൽ പലതും സിദ്ദിഖ് ലാലുമാരായിരുന്നു അന്ന് ഷൂട്ട് ചെയ്തത്. വരുവാനാരുമില്ലി എന്ന ഗാനം പ്രിയദർശനായിരുന്നു അന്ന് സംവിധാനം ചെയ്തത്. വേണു, ആനന്ദക്കുട്ടൻ, സണ്ണി ജോസഫ് തുടങ്ങിയ അന്നത്തെ മികച്ച ഛായാഗ്രാഹകരായിരുന്നു സിനിമയ്ക്ക് വേണ്ടി ക്യാമറ ചലിപ്പിച്ചത്. MG രാധാകൃഷ്ണൻ ചിട്ടപ്പെടുത്തിയ 10 ഗാനങ്ങൾ യേശുദാസ്, ചിത്ര, സുജാത മോഹൻ, വേണുഗോപാൽ എന്നിവർ പാടി അനശ്വരമാക്കിയപ്പോൾ ഓഡിയോ കാസറ്റ് സിനിമ ഇറങ്ങും മുന്നേ സൂപ്പർ ഹിറ്റ് ആയിരുന്നു എന്നതും ചരിത്രം. ഭാഷകൾ കടന്നും മണിച്ചിത്രത്താഴിന്റെ ഖ്യാതി നീണ്ടുപോയെന്നതും അഭിമാനകരമാണ്. ബുൽബുലയ, ആപത് മിത്ര, രാജ്മഹൽ, ചന്ദ്രമുഖി എന്നീ റീമേക്കുകളിലൂടെ ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടപ്പോൾ വലിയ സ്വീകാര്യതയാണ് നേടിയത്. എന്നാൽ ഒറിജിനലിനെ വെല്ലാൻ റീമേക്കുകൾക്കായില്ല എന്നത് മറ്റൊരു ചരിത്രം. അത്തരം ചർച്ചകൾ പലപ്പോഴും ഉയരുകയും ചെയ്തിട്ടുണ്ട്. 90കളുടെ ആദ്യപാദത്തിൽ കണ്ട അതേ പുതുമയോടെ പ്രേക്ഷകർക്ക് ഇപ്പോഴും ഈ സിനിമ കാണാൻ കഴിയും എന്നതാണ് മണിച്ചിത്രത്താഴിന്റെ വിജയരഹസ്യമെന്ന് വേണമെങ്കിൽ പറയാം. പ്രായഭേദമന്യേ എല്ലാവരിലേക്കും എത്തുന്ന ആസ്വാദനത്തിന്റെ ഒരു രസച്ചരട് മണിച്ചിത്രത്താഴിലുടനീളം രൂഢമൂലമായി കിടപ്പുണ്ട്. ഒരു തവണ കണ്ടു തീർന്നാൽ വീണ്ടും കാണാൻ തോന്നുന്ന അത്ര അടുപ്പം ഇന്നും ഈ സിനിമയോട് നമുക്ക് തോന്നുന്നു എന്നതാണ് മണിച്ചിത്രത്താഴിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിലൊന്ന്.